നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 6ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിൽ വരുന്ന പാഠഭാഗം ഏതാണിത്? കൊയക്കട്ട. അമൃതം നുകരാം എന്ന യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗമാണ് കൊയക്കട്ട. പല വിഭവങ്ങൾ പാകം ചെയ്യുന്ന അടുക്കളയിൽ നിന്ന് ബിച്ചാശ്ശേരി താത്തയുടെ ചട്ടിപ്പത്തിരിയും കഴിച്ച് നമ്മളിപ്പോൾ ഒരു പലഹാരം കഴിക്കാൻ പോവുകയാണ്. എന്താ അത്? കൊയക്കട്ട. കൊയക്കട്ട എന്നുള്ളത് കൊഴുക്കട്ട എന്ന പദത്തിൻ്റെ പ്രാദേശിക വ്യതിയാനം വന്ന പദമാണ് കൊയക്കട്ട. ആദ്യം നമുക്ക് പാഠഭാഗം വായിക്കാം. മുനിഞ്ഞു കത്തുന്നു മിന്നാമിനുങ്ങുപോൽ ചിമ്മിനിക്കൂടകലെയായി കൂരതോറും മലഞ്ചെരുവിൽ മഴ ചിന്നിത്തെറിക്കുന്ന ചായ്പിൽ ഒറ്റയ്ക്കിരുന്നു ഞാൻ വഴിവക്കിൽ മിഴിനട്ടു കാത്തിരിക്കുന്നു. ചരൽ കുന്നു കയറിയും ഇറങ്ങിയും മരങ്ങൾ തന്നിടയിലൂടൊരു രൂപം തെളിയുന്നുണ്ടോ, വരുന്നുണ്ടോ പാടമേറി വരമ്പേറി വലിയമ്മ നേരമേറെ മോന്തിയായല്ലോ. സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയക്കട്ട മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞുകെട്ടി മഴയത്തു നനഞ്ഞൊട്ടി വലിയമ്മ വരുമിപ്പോൾ കൊരമ്പയും ചൂടി വയൽ വരമ്പിലൂടെ. വലിയമ്മ വന്ന പാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാരപ്പൊതി തുറക്കാൻ ഇറയത്തു മിഴുനട്ടു ചെറുമക്കൾ ഞങ്ങളെന്ന് കൊതിയോടെ കാത്തിരുന്ന മധുരബാല്യം. അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ്, ജന്മാന്തര സുഹൃതത്തിൻ ഹരിതാഭ നിറഞ്ഞ പാടം. അതിലുണ്ട് മണ്ണിൻ ആഴം തൊടും താളം, വാനിലോളം പടരുന്ന തണൽ വൃക്ഷക്കുളിർപ്പടർപ്പും. അതിലുണ്ട് പഴങ്കഥ പാട്ടുമൂളും നാട്ടിന്നീണം, കടങ്കഥപ്പൊരുൾ ജീവൽ പ്രപഞ്ചപാഠം. പനി വന്നാൽ നെറ്റി തൊട്ടു നനവാർന്ന ശീല വെച്ചു തണുപ്പിക്കും കരസ്പർശക്കുളിരുമുണ്ട്. മുറിവേറ്റാൽ ഇലപ്പച്ച പിഴിഞ്ഞിറ്റിച്ചതിൻ നീറ്റൽ ശമിപ്പിക്കും നാട്ടുവൈദ്യ പെരുമയുമുണ്ട്. അകന്നുപോയി അവയെല്ലാം വലിയമ്മ മറവിതൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി. വയലുകൾ നികന്നെങ്ങും നഗരത്തീ വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടയുയർന്നുവാനിൽ. നഗരത്തീ വിഭവങ്ങൾ വിളമ്പുന്ന മണിമേട ഉയർന്നുവാനിൽ. പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചെന്നാലും വലിയമ്മ കൊണ്ടുവന്ന കൊയക്കട്ടയോളമൊന്നും പകർന്നില്ല രുചി എന്നിൽ സ്മൃതിയിൽ ഹൃത്തിൽ. ഈ കവിത എഴുതിയിരിക്കുന്നത് ദിവാകരൻ വിഷ്ണുമംഗലം. ഇനി പാഠഭാഗത്തിൻ്റെ വയറിൻ്റെ കത്തൽ അടക്കാനുള്ള അല്ലെങ്കിൽ വിശപ്പടക്കാനുള്ള വിഭവമാണ് ഭക്ഷണം. എന്നാൽ അത് മാത്രമല്ല, ഊട്ടുന്നവരുടെ സ്നേഹ സൗഹൃദങ്ങളുടെ പങ്കുവയ്ക്കൽ കൂടിയാണ്, അല്ലേ? ചില വിഭവങ്ങൾ ചിലർ വിളമ്പി തരുമ്പോൾ എത്ര ടേസ്റ്റാണ്, എന്ത് രുചിയാണ്, നമ്മൾ പറയില്ലേ, അത് കൂടുതൽ ആസ്വാദ്യമാവുകയാണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിലെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ചേരുവകൾ മാത്രമല്ല, നമുക്ക് വേണ്ടി സ്നേഹത്തോടെ ഉണ്ടാക്കി തരുന്നതാണ്. ആ സ്നേഹവും വാത്സല്യവും ഒക്കെ ആ ഭക്ഷണത്തിൽ ചേർത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ സീക്രട്ട്. ഒരു ഭക്ഷണ വിഭവത്തിൻ്റെ രുചിയോർമ്മ നമ്മളിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ ഒപ്പം ഒരു കാലം കൂടിയാണ് ഇല്ലാതാകുന്നത്. ഇത്തരം ആലോചനകളിലേക്കെല്ലാം നമ്മെ നയിക്കാൻ പോകുന്ന കവിതയാണ് ദിവാകരൻ വിഷ്ണുമംഗലത്തിൻ്റെ കൊയക്കട്ട. ഈ കൊയക്കട്ട എന്ന പദം പ്രാദേശികമായ ഉച്ചാരണ വ്യതിയാനം വന്ന പദമാണ്. കുട്ടിക്കാലം തൊട്ട് നമ്മൾ കേട്ടതും രുചിച്ചതുമായ കൊഴുക്കട്ട അതെന്തായി? കൊയക്കട്ട എന്നായി. കൊയക്കട്ട എന്ന പലഹാരത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് വലിയമ്മയെ പറ്റിയുള്ള ഓർമ്മ കവിതയായി വികസിക്കുന്ന ഈ കവിതയ്ക്ക് തീർച്ചയായും ഇണങ്ങിയ തലക്കെട്ടാണ് കൊയക്കട്ട. വാക്കിന് പിന്നിൽ അവ സംസാരിക്കുന്ന മനുഷ്യരും അവരുടെ ജീവിതവും ഉള്ളതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിന് പിന്നിൽ അത് ഉണ്ടാക്കുകയും വിളമ്പുകയും ചെയ്യുന്ന മനുഷ്യരും അവരുടെ കരുതലും ഉണ്ടെന്ന് ഈ കവിതയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൊയക്കട്ടയിൽ നിന്ന് വലിയമ്മയിലേക്കും വലിയമ്മ ജീവിച്ച ഒരു നാട്ടു സംസ്കൃതിയിലേക്കും ഈ കവിത വികസിച്ചു വരുന്നത്. കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ് കവി ഇവിടെ ആവിഷ്കരിക്കുന്നത്. ഇനി നമുക്ക് വരികൾ വായിച്ച്
വിശദീകരണം കേൾക്കാം. മുനിഞ്ഞു കത്തുന്നു മിന്നാമിനുങ്ങുപോൽ ചിമ്മിനിക്കൂടകലയായി കൂരതോറും മലഞ്ചെരുവിൽ മഴ ചിന്നിത്തെറിക്കുന്ന ചായ്പിൽ ഒറ്റയ്ക്കിരുന്നു ഞാൻ വഴിവക്കിൽ മിഴുന്നട്ടു കാത്തിരിക്കുന്നു. മഴക്കാലത്തെ ഇരുൾ മൂടി തുടങ്ങിയ ഒരു മൂവന്തി നേരം, സന്ധ്യാസമയം. വീടിൻ്റെ ചായ്പിൽ വഴിയിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് കുട്ടി. പുറത്ത് പെയ്യുന്ന മഴ ചായ്പിലേക്ക് ചിതറിത്തെറിക്കുന്നു. ദൂരെ കാണുന്ന മലഞ്ചെരുവിലെ കൂരകളിൽ മിന്നാമിനുങ്ങുകൾ പോലെ ചിമ്മിനിക്കൂടുകൾ മുനിഞ്ഞു കത്തുകയാണ്. ഇന്നത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന ഇലക്ട്രിക് ബൾബുകളുടെ അതിപ്രസരം പ്രകാശമൊന്നുമില്ല. ചിമ്മിനിക്കൂടുകൾ പോലെ മുനിഞ്ഞു കത്തുകയാണ്. എന്ത് വിളക്ക്? മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഒരു ചെറിയ വിളക്കാണ് ചിമ്മിനി വിളക്ക്. അതിന് വടക്കേ മലബാറിൽ പറയുന്ന പ്രാദേശിക ഭേദം വന്ന രൂപമാണ് ചിമ്മിനിക്കൂട്. അർത്ഥം മനസ്സിലായല്ലോ? ചരൽ കുന്നു കയറിയും ഇറങ്ങിയും മരങ്ങൾ തന്നിടയിലൂടെ ഒരു രൂപം തെളിയുന്നുണ്ടോ, വരുന്നുണ്ടോ പാടമേറി വരമ്പേറി വലിയമ്മ നേരമേറെ മോന്തിയായല്ലോ. പാടവും വരമ്പും കടന്ന് ചരൽക്കുന്ന് കയറിയും ഇറങ്ങിയും മരങ്ങൾക്കിടയിലൂടെ വലിയമ്മ വരുന്നുണ്ടോ എന്നാണ് കുട്ടി നോക്കിയിരിക്കുന്നത്. നേരം മൂവന്തിയായല്ലോ, വലിയമ്മ വരുന്ന സമയം കഴിഞ്ഞല്ലോ. പാടവും വരമ്പും കടന്ന് വലിയമ്മ വരുന്നുണ്ടോ എന്നതിൽ മാത്രമാണ് അവൻ്റെ ശ്രദ്ധ. നിങ്ങളും അങ്ങനെയല്ലേ? നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരാൻ നിങ്ങൾ കാത്തിരിക്കില്ലേ? എന്തായിരിക്കും അവർ കൊണ്ടുവരുന്നത്? നിങ്ങളുടെ പ്രതീക്ഷ അവരുടെ കൈകളിലാണ് അല്ലേ? മുഖത്ത് നോക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആരുടെ കൈകളിലേക്കാണ് ശ്രദ്ധിക്കുക. അച്ഛൻ്റെയോ അമ്മയുടെയോ കയ്യിൽ ബാഗിൽ എന്താണ്? ഒരു ശ്രദ്ധ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ഈ കുട്ടി വലിയമ്മയെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? വലിയമ്മ ഒരിക്കലും വെറും കൈയോടെ വരാറില്ല. പിന്നെ എങ്ങനെയാണ്? കൊതിയൂറുന്ന കൊയ്ക്കട്ട മടിക്കുത്തിൽ പൊതിഞ്ഞ് കെട്ടിയാണ് വലിയമ്മ മഴ നനഞ്ഞു വരുന്ന ചിത്രമാണ് കവിയുടെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നത്. മഴക്കാലത്ത് പണിക്ക് പോകുമ്പോൾ മഴ നനയാതിരിക്കാൻ പണിക്കാർ ചൂടാറുള്ള ഓല കൊണ്ടോ മറ്റുണ്ടാക്കിയ കൊരമ്പയും ധരിച്ചാണ് വരുന്നതെങ്കിലും അവർ നനഞ്ഞൊട്ടിയിരിക്കുന്നു. അവരെക്കുറിച്ചുള്ള ഓർമ്മയിൽ പോലും കൊയ്ക്കട്ടയുടെ മണമുണ്ട്. സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയ്ക്കട്ട മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞുകെട്ടി മഴയത്തു നനഞ്ഞൊട്ടി വലിയമ്മ വരുമിപ്പോൾ കൊരമ്പയും ചൂടി വയൽ വരമ്പിലൂടെ. കുട്ടി എന്താ ഓർക്കുന്നത്? വലിയമ്മ ഒരിക്കലും വെറും കൈയോടെ വരാറില്ല. കൊതിയൂറുന്ന കൊയ്ക്കട്ട മടിക്കുത്തിൽ പൊതിഞ്ഞു കെട്ടിയിട്ടാണ് വലിയമ്മ മഴ നനഞ്ഞു വരുന്നൊരു ചിത്രമാണ് കവിയുടെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വരുന്നത്. മഴക്കാലത്ത് പണിക്ക് പോകുമ്പോൾ മഴ നനയാതിരിക്കാൻ പണിക്കാർ ചൂടാറുള്ള ഓല കൊണ്ടോ മറ്റുണ്ടാക്കിയ കൊരമ്പയും ധരിച്ചാണ് വരുന്നത്. എങ്കിലും അവർ മഴ നനഞ്ഞ് ഒട്ടിയിരിക്കുന്നു. അവരെക്കുറിച്ചുള്ള ഓർമ്മയിൽ പോലും കൊയ്ക്കട്ടയുടെ മണമുണ്ട് എന്ന് സ്നേഹത്തോടെ കവി ഓർക്കുകയാണ്. വലിയമ്മ വന്ന പാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാരപ്പൊതി തുറക്കാൻ ഇറയത്തും എഴുന്നേറ്റ് ചെറുമക്കൾ ഞങ്ങളെന്ന് കൊതിയോടെ കാത്തിരുന്ന മധുരബാല്യം. വന്നുടനെ എന്ത് ചെയ്യും വലിയമ്മ? മടിക്കുത്തിലെ പൊതി തുറക്കുന്നതും കാത്ത് ഇറയത്ത് നിൽക്കുകയാണ് ഞങ്ങൾ, കൊച്ചുകുട്ടികളായ ഞങ്ങൾ. ആ ബാല്യത്തെ കവി വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? മധുരബാല്യം എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത്. എത്ര പറഞ്ഞിട്ടും ആ വലിയമ്മയുടെ വാത്സല്യത്തിൻ്റെ നിറവ് പറഞ്ഞു തീർക്കാൻ കവിക്ക് പറ്റുന്നില്ല. അത്രയേറെയുണ്ട്. അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ്, ജന്മാന്തര സുഹൃതത്തിൻ ഹരിതാഭ നിറഞ്ഞ പാടം. അതിലുണ്ട് മണ്ണിൻ ആഴം തൊടും താളം, വാനിലോളം പടരുന്ന തണൽ വൃക്ഷക്കുളിർപ്പടർപ്പും. വാത്സല്യത്തിൻ്റെ ഒരു പാൽ നിലാവാണ്. നിലാവ് എന്നുള്ളതൊരു കുളിർമയാണ്, നമുക്ക് പകർന്നു നൽകുന്ന ഒരു അനുഭൂതി. ഇവിടെ വാത്സല്യത്തിൻ്റെ ആ ഒരു കുളിർമ മനസ്സിലേക്ക് എത്തിക്കുന്ന ആ ഒരു സുഹൃതമാണ്, ഒരു പുണ്യമാണ്, ജന്മമാണ് ഈ വലിയമ്മ. അതിലുണ്ട് പഴങ്കഥ പാട്ടും മൂളും നാട്ടിൻ നീളം കടങ്കഥ പൊരുൾ ജീവൽ പ്രപഞ്ച പാഠം. കവി എന്തൊക്കെയാണ് ഓർക്കുന്നത്? ബാല്യത്തിന് മാധുര്യം നൽകുന്ന ഒരുപാട് ഓർമ്മകൾ കവിയുടെ മനസ്സിലേക്ക് പോവുകയാണ്. അവിടെ മായാത്തൊരോർമ്മയാണ് ഈ വലിയമ്മയും വലിയമ്മ കൊണ്ടുവരുന്ന കൊയ്ക്കട്ട എന്ന പലഹാരവും. മണ്ണിൻ്റെ പശ്ചിമയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വേരിൻ്റെ താളം അതിലുണ്ട്. മണ്ണിൻ്റെ പശ്ചിമ വലിച്ചെടുത്താണ്, മണ്ണിലുള്ള വളമൊക്കെ വലിച്ചെടുത്തിട്ടാണ് നെൽച്ചെടി വളരുന്നത് അല്ലേ? ആ മണ്ണിൽ നിന്നും വളർന്ന് മാനത്തോളം ഉയരുന്ന തണൽ മരങ്ങളുടെ കുളിരും അതിൽ കലർന്നിട്ടുണ്ട്. ആ മരങ്ങളുടെ തണൽ പറ്റിയാണ് കൊയ്ക്കട്ടയുമായി വലിയമ്മ എന്നും നടന്നു വരുന്നത്.
പച്ചപ്പും പശിമയും തണലും കുളിരുമുള്ള പ്രകൃതിയുടെ സമ്മാനമാണ് ഏതു ഭക്ഷണ വിഭവവും. നമുക്ക് ആവശ്യമായതെല്ലാം പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, പ്രകൃതി വിഭവങ്ങളായി. അത് നമുക്ക് വേണ്ട രീതിയിൽ, ആവശ്യമായ രീതിയിൽ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആ പ്രകൃതി വിഭവങ്ങളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള ഉപാധികളൊക്കെ ആക്കി നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ തീർച്ചയായും ഈ പ്രകൃതിയെ ആശ്രയിച്ചിട്ടുള്ള ആ മനുഷ്യൻ്റെ ജീവിതമാണ് കവി ഇവിടെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. പ്രകൃതിയുടെ താളം, ഇത് നമ്മുടെ ജീവൻ്റെ താളമാണ്. മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക്, പശിമയിലേക്ക് വേരൂന്നി പോകുന്ന ചെടി കണക്ക് ഈ പ്രകൃതിയുമായി ആഴത്തിൽ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രകൃതിയും നമ്മുടെ ജീവിതവും അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ ആ പശിമയിൽ വളർന്ന തണൽമരങ്ങളുടെ കുളിരും പറ്റിയിട്ടാണ് കൊഴുക്കട്ടയുമായിട്ട് വലിയമ്മ എന്നും നടന്നു വരുന്നത്. പച്ചപ്പും പശിമയും തണലും കുളിരുമുള്ള പ്രകൃതിയുടെ സമ്മാനമാണ് ഏതു ഭക്ഷണവും. അത് വിളയിക്കുകയും വിളമ്പുകയും ചെയ്യുന്ന വലിയമ്മയെ പോലുള്ള മനുഷ്യർ പാടുന്ന വടക്കൻ പാട്ട് പോലുള്ള നാടൻ പാട്ടുകളുടെ ഈണവും പറയുന്ന കടങ്കഥകളുടെ പൊരുളുമെല്ലാം ഒരു കൊഴുക്കട്ടയുടെ രുചിയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അധ്വാന ഭാരം കുറയ്ക്കാൻ പാടുന്ന നാടൻ പാട്ടുകൾ, കൃഷിപ്പാട്ടുകൾ, അതിൻ്റെ ഫലമായി അവർക്ക് കിട്ടുന്ന ആ വിളവിൻ്റെ ഒരു പങ്ക്, അത് ആഹാരപദാർത്ഥങ്ങളായി കൊച്ചുകുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുന്ന അമ്മയും മുത്തശ്ശിയും വലിയമ്മയും എല്ലാവരും. അങ്ങനെ പരസ്പരം ബന്ധിക്കപ്പെട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് പോവുകയാണ്. സ്നേഹബന്ധങ്ങളുടെയും പ്രകൃതി ബന്ധങ്ങളുടെയും ആ ഒഴുക്കിനൊത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. സജീവമായ ജീവജാലങ്ങൾ നിറഞ്ഞ, ജൈവ വൈവിധ്യം നിറഞ്ഞ ഈ പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കൊച്ചു പാഠം കൂടിയാണ് ഈ കൊഴുക്കട്ട എന്ന കവിത. വലിയമ്മ വാത്സല്യത്തോടെ തന്ന കൊഴുക്കട്ട നാം ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് കുട്ടിയെ പലതും പഠിപ്പിച്ചു. അതൊരു ഭക്ഷണ വിഭവം മാത്രമായിരുന്നില്ല, മറ്റു പലതും ആയിരുന്നു. ഒരു സംസ്കാരം തന്നെയായിരുന്നു, ഒരു നാടിൻ്റെ സംസ്കാരം തന്നെയായിരുന്നു എന്നാണ് ആ കവി മനസ്സ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഇനി എന്താ കവി പറയുന്നത്? പനി വന്നാൽ നെറ്റി തൊട്ടു നനവാർന്ന ശീല വെച്ച് തണുപ്പിക്കും കരസ്പർശക്കുളിരുമുണ്ട്. മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ലാഭേച്ഛയില്ലാതെ പ്രതിവിധി കണ്ടെത്താനുള്ളൊരു മനസ്സ് നാട്ടു സംസ്കാരത്തിൻ്റെ സവിശേഷതയായിരുന്നു. അതായത് പറമ്പിലും തൊടിയിലൊക്കെയുള്ള ഔഷധ സസ്യങ്ങളൊക്കെ പറിച്ച് അത് വെള്ളം തിളപ്പിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തോ, അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഔഷധ സസ്യങ്ങൾ, അല്ലേ, തുമ്പയും തുളസിയും പനിക്കൂർക്കയും എല്ലാം, അല്ലേ. പനി വന്നാൽ വല്യമ്മ എന്താ ചെയ്യുന്നത്? പനി വന്നാൽ തുണി നനച്ച് നെറ്റിയിലിട്ട് തണുപ്പിക്കുന്ന വലിയമ്മയുടെ കരസ്പർശത്തിൻ്റെ കുളിര് ഇന്നും കവി മറന്നിട്ടില്ല. ഇനി കുട്ടിക്കൊരു മുറിവ് പറ്റിയാൽ എന്താണ് ചെയ്യുന്നത്? മുറിവേറ്റാൽ ഇലപ്പച്ച പിഴിഞ്ഞിറ്റിച്ചതിൻ നീറ്റൽ ശമിപ്പിക്കും നാട്ടുവൈദ്യപ്പെരുമയുമുണ്ട്. ഇനി ഒരു മുറിവ് പറ്റിയാൽ ചെടികളുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി അറിയുന്ന വലിയമ്മ എന്ത് ചെയ്യും? ഇലകൾ ചതച്ച് നീരെടുത്ത് ആ മുറിവിലിട്ട് തന്ന നീറ്റൽ ശമിപ്പിക്കുമായിരുന്നു. ആ നാട്ടുവിജ്ഞാനത്തിൻ്റെ ചിഹ്നമാണ് വലിയമ്മ കുട്ടിക്കാലത്ത് തന്ന കൊഴുക്കട്ട എന്ന് വളർന്നു വലുതായപ്പോൾ കുട്ടിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ആ സ്നേഹത്തെ, ആ വലിയമ്മയുടെ വാത്സല്യത്തെ നുകർന്നത് കൊഴുക്കട്ട എന്നുള്ള കിട്ടിയ ആ ഭക്ഷണ പദാർത്ഥമാണ്. അതിലുപരിയായിട്ട് ആ വല്യമ്മയിൽ അടങ്ങിയിട്ടുള്ള ഒരു സംസ്കാരത്തെയും, എന്തൊക്കെയാണോ വലിയമ്മ, അതായത് എന്താണ് ഒരു മനുഷ്യൻ്റെ സ്നേഹവും വാത്സല്യവും കരുതലും, ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, അവൻ്റെ അധ്വാനം, ആ അധ്വാനത്തിൽ നിന്ന് അവന് ലഭിക്കുന്നതായിട്ടുള്ള ആ ഒരു സന്തോഷം, അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുന്നതിനുള്ളൊരു സായുജ്യം ഒക്കെ വലിയമ്മയിലൂടെയാണ് ഈ കുട്ടിയായ കവി അന്ന് മനസ്സിലാക്കിയത്. പിന്നീടാണ്, കാലമേറെ ചെന്നപ്പോഴാണ് അതിൻ്റെ ആ പെരുമ, ആ മഹത്വം, ആ സംസ്കാരത്തെപ്പറ്റി കവി മനസ്സിൽ ഇത്രയും ഊർജ്ജസ്വലമായിട്ട് ഉള്ള ഒരു കവിതയായിട്ട് പിറവിയെടുക്കാൻ സഹായിച്ചത്. അകന്നുപോയി അവയെല്ലാം വലിയമ്മ മറവിതൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി വയലുകൾ നികന്നെങ്ങും നഗരത്തീ വിഭവങ്ങൾ വിളമ്പുന്ന മണിമേട ഉയർന്നുവാനിൽ.
അകന്നുപോയി അവയെല്ലാം. വലിയമ്മ മറവിതൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി. വലിയമ്മ ഇന്നില്ല. അവരെ മറന്ന് ലോകം മുന്നോട്ട് കുതിച്ചു. വലിയമ്മയൊക്കെ കാലത്തിൻ്റെ ഒഴുക്കിൽ വലിയമ്മയോ എല്ലാം കടന്നുപോയി. വയലുകൾ നികത്തി. വയലേലകളൊന്നും ഇല്ല എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീടിനടുത്ത് കൃഷിസ്ഥലങ്ങൾ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന കർഷകർ മഴയത്തും വെയിലത്തും മഞ്ഞത്തൊക്കെ അധ്വാനിച്ച് ഫലഭൂയിഷ്ടമാക്കി തീർക്കുന്ന ആ കർഷകരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വയലുകൾ നികത്തി എന്ത് ചെയ്യുന്നു? മനുഷ്യർ നഗരങ്ങൾ പണിതു. നഗരത്തിൻ്റെ തീ പാറുന്ന വിഭവങ്ങൾ വിളമ്പുന്ന വമ്പൻ മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ട് അവിടമെല്ലാം ഇന്ന് നിറഞ്ഞിരിക്കുകയാണ്. എന്താണ് നഗര തീ വിഭവങ്ങൾ? ഇന്നത്തെ അതായത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളല്ല, നമ്മുടെ നാടിൻ്റെ ഭക്ഷണ രീതിയല്ല. പല വിദേശീയരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരം അല്ലേ, അറേബ്യൻ ആണോ അല്ലെങ്കിൽ വെസ്റ്റേൺ ആണോ ചൈനീസ് ആണോ എന്ന് വേണ്ട എന്തുമാത്രം ഭക്ഷണ വിഭവങ്ങളാണ്. അത് തീ വിഭവങ്ങളായിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാൽ നമ്മുടെ ദഹനേന്ദ്രിയത്തിൻ്റെ പ്രവർത്തനക്ഷമതയെ പോലും നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള ഭക്ഷണ വിഭവങ്ങളാണ്. രുചി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നിറവും മണവും സ്വാദും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ചേരുവകളൊക്കെ ചേർത്തുണ്ടാക്കുന്ന വിഭവങ്ങളാണ്. അപ്പോൾ അത്രയും നമ്മുടെ നാട് പ്രാദേശികമായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള സംസ്കാരത്തിൽ നിന്ന് വിട്ടുമാറി എവിടേക്ക് മറ്റ് അന്യ സംസ്കാരത്തെ നമ്മൾ സംശീകരിച്ചെടുക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ പെരുമ നമ്മൾ മറന്നു. നാടൻ പാട്ടിൻ്റെ ഈണമോ മണ്ണിൽ കൃഷി ചെയ്യുന്ന കർഷകൻ്റെ അധ്വാന ഭാരമോ ഒന്നുമേ അറിയണ്ട. നേരെ പോവുക, ഭക്ഷണം ഓർഡർ ചെയ്യുക, കഴിക്കുക ഇല്ലേ? അത് ആ കഴിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ പറ്റി പതിയെ നമ്മുടെ ശരീരത്തെ കാർന്ന് തിന്നുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ട് മാറുന്ന ആ ഭക്ഷണ പദാർത്ഥത്തെ പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ഇല്ലേ? അതാണ് ഇവിടെ കവി പറയുന്നത്. ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലൊക്കെ എന്താണ് തീപാറുന്ന ഭക്ഷണ വിഭവങ്ങൾ വിളമ്പുകയാണ്. അതാണ് ഇന്നത്തെ ആകർഷണീയത. യുവതലമുറയുടെ ആകർഷണീയമായിട്ടുള്ള അവരെ ആകർഷിക്കുന്നത് ഈ പുതിയ പുതിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. നാവിൻ്റെ രുചിഭേദങ്ങൾ മാറ്റി നമ്മുടെ തനതായ രുചിയൊക്കെ മറന്നിട്ട് നാടിനെയും മണ്ണിനെയൊക്കെ മറന്നിട്ട് വ്യത്യസ്തമായ രുചിക്കൂട്ടുകളിലേക്ക് കടന്ന് ചേക്കേറാൻ വെമ്പുന്ന ആധുനിക തലമുറയാണിന്ന് എല്ലായിടത്തും ഉള്ളത്. പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചെന്നാലും വലിയമ്മ കൊണ്ടുവന്ന കൊയ്ക്കട്ടയോളമൊന്നും പകർന്നില്ല രുചിയെന്നിൽ സ്മൃതിയിൽ ഹൃത്തിൽ. പല നാടുകളിൽ നിന്നും വിലപിടിച്ച് പല പലഹാരങ്ങളൊക്കെ തിന്നു. എന്നാൽ കുഞ്ഞായിരുന്നപ്പോൾ വലിയമ്മ കൊണ്ടുവന്ന് തന്ന ആ കൊയ്ക്കട്ടയോളം രുചി മറ്റൊന്നിനുമില്ല എന്ന് അന്നത്തെ കുട്ടി അന്ന് അനുഭവിച്ചറിഞ്ഞ ആ സ്വാദിൻ്റെ മധുരിക്കുന്നൊരോർമ്മ ഇന്ന് വലിയൊരു തിരിച്ചറിവിലേക്ക് കൊണ്ടുവരികയാണ്. തൻ്റെ പഴമയിൽ താൻ ജനിച്ചതും ജീവിച്ചതും വളർന്നതും ആസ്വദിച്ചതുമായ ആ മധുരബാല്യം ഇന്ന് പോയിരിക്കുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാതെ ആയിരിക്കുന്നു എന്നുള്ള ഒരു ഒരു നഷ്ടബോധത്തിൻ്റെ കഥ കൂടി കവി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇന്ന് എല്ലാം മാറി അല്ലേ? കാലം മാറി, കഥ മാറി. മനുഷ്യൻ്റെ എല്ലാ ചേതോ വികാരങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലേക്ക് ചെന്നെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കവിയെ സംബന്ധിച്ചിടത്തോളം ആ രുചി നാവിൽ മാത്രം തങ്ങി നിൽക്കുന്ന രുചിയല്ല, ഓർമ്മയിലും ഹൃദയത്തിലുമൊക്കെ അവശേഷിക്കുന്ന രുചിയാണ്. വലിയമ്മ എന്ന ഓർമ്മയും ആ ഹൃദയത്തിലേക്ക് അവർ ആ ഭക്ഷണം കൊയ്ക്കട്ട എന്ന ആ ഭക്ഷണത്തിലൂടെ പകർന്നു തന്ന ആ വാത്സല്യത്തിൻ്റെ ആ പാൽനിലാവ് മനസ്സിൽ നിന്ന് ഇതുവരെ മാഞ്ഞിട്ടില്ല. പ്രകൃതിയുടെ സ്വാഭാവിക രുചികൾക്കും അവ നൽകുന്ന സാധ്യതകൾക്കും പകരമാവുന്നില്ല പുതിയ കാലത്തിൻ്റെ കൃത്രിമ രുചികൾ. ഇതെല്ലാം കൃത്രിമമായിട്ടുള്ളതാണ്. നിറം വർദ്ധിപ്പിക്കാനും സ്വാദ് കൂട്ടുവാനും ഒക്കെ ഭക്ഷണ പദാർത്ഥങ്ങളെ നമ്മുടെ കണ്ടാൽ നമുക്കത് അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ? അത്തരം ഭക്ഷണ പദാർത്ഥങ്ങളിലേക്കാണ് നമ്മുടെ കണ്ണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് ഇതൊക്കെ ചെന്ന് എത്തി നിൽക്കുന്നത്. കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീര സംസ്കാരത്തിൻ്റെ ഭാഗം മാത്രമായാൽ പോരാ എന്നാണ് കവി പറയുന്നത്. അത് നമ്മുടെ മനസ്സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാകണം. നമ്മുടെ മാനസികമായ ഒരു
ഉയർന്ന തലത്തിലുള്ള സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ഒന്നുകൂടി ആവണം ഭക്ഷണം. അപ്പോൾ കവി അനുഭവിച്ച ആ ഭക്ഷണം അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ രൂപത്തിൽ താൻ കഴിച്ച ആ കൊഴുക്കട്ട എന്ന ഭക്ഷണം തന്നെ വളർത്തി വലുതാക്കി, അല്ലെങ്കിൽ തനിക്ക് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള കാലങ്ങൾ കടന്നു പോയപ്പോഴും ഉണ്ടായ ആ ഒരു നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ള ആ സംസ്കാരം, കൈമോശം വന്നിട്ടില്ലാത്ത സംസ്കാരം ഉണ്ടായത് ആ വലിയമ്മയിലൂടെയാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, നമ്മളുടെ ആരുമായിട്ടാണോ നമ്മൾ സഹവർത്തിത്വം, എങ്ങനെയുള്ള ഭക്ഷണ രീതികളാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ചങ്ങാതിമാരാണ്, എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മൾ പിറന്നു വീണ മണ്ണ് അല്ലേ, നമ്മുടെ ആഹാര ജീവിതചര്യകൾ, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഈ കവിയെ വളരെയധികം സ്വാധീനിച്ച ഒന്നായതുകൊണ്ടാണ് ഇങ്ങനൊരു കവിതയ്ക്ക് അവിടെ ജന്മം കൊടുക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഭക്ഷണത്തെ വയറ്റിൽ ദഹിപ്പിക്കാൻ മാത്രമല്ലാതെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ലയിപ്പിക്കുവാനും നമുക്ക് മുമ്പ് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് മനുഷ്യൻ എങ്ങനെയാണ് പ്രകൃതിയെ മറന്ന് അന്ധമായിട്ടുള്ളൊരു പോക്കാണ് അല്ലേ. നഗരവൽക്കരണത്തിൻ്റെ മുന്നേറുന്നൊരു കാഴ്ചയാണ്, ഉപഭോക്തൃ സംസ്കാരമാണ്. എന്തും വിറ്റഴിക്കുക, അല്ലെങ്കിൽ പരസ്യങ്ങളിലൂടെയൊക്കെ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മളെ ആകർഷിക്കുന്നതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അതൊക്കെ വാങ്ങാനും കഴിക്കാനൊക്കെ ഉള്ളൊരു പ്രവണത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജനിക്കുകയാണ് ഇല്ലേ. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മുന്നേറിപ്പോകുന്ന ഇന്നത്തെ ഉപഭോക്തൃ സംസ്കാരത്തിന് അടിമകളായിട്ടുള്ള നമ്മൾ, ഈ തലമുറ എന്താണ്, അന്ധമായിട്ടുള്ള ഒരു പോക്കാണ്. അത് ആ ഒരു മനസ്സംസ്കാരം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബന്ധങ്ങളോടും പ്രകൃതിയോടും ഭക്ഷണത്തോടും എല്ലാറ്റിനോടും ഇഴുകിച്ചേർന്നുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു സംസ്കാരത്തെ കെട്ടിപ്പടുക്കാൻ, നമ്മുടെ നാടിൻ്റേതായിട്ടുള്ളൊരു സംസ്കാരത്തെ നമ്മളിലൂടെ പുനർജനിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ അത് നമ്മിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളൊരു ചോദ്യമാണ് വായനക്കാരൻ്റെ മനസ്സിൽ ഉയർത്തിക്കൊണ്ട് കവിത നിർത്തുന്നത്. പാഠഭാഗത്തെ പ്രയോഗഭംഗിയുള്ള നിരവധി വരികളുണ്ട്. വാത്സല്യത്തിൻ പാൽനിലാവ്, മണ്ണിനാഴം തൊടും താളം ഇല്ലേ. അങ്ങനെ ഒട്ടനവധി വരികൾ ഇതിനകത്ത് വലിയൊരു ഭാഷ്യപ്രപഞ്ചം വ്യക്തമാക്കുന്നതാണ്. നിലാവും വലിയമ്മയും വാത്സല്യവും തമ്മിൽ എത്രത്തോളം സാമ്യമുണ്ട്, അതാണ് വാത്സല്യത്തിൻ പാൽനിലാവ് എന്ന് പറയുന്നത്. അതായത് പഴങ്കഥയും പാട്ടും വലിയമ്മയും തമ്മിൽ എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. ആ സ്നേഹ സാമീപ്യമാണ് വലിയമ്മ. ആ വലിയമ്മ തരുന്ന സ്നേഹത്തിൻ്റെ പ്രതീകമാണ് കൊഴുക്കട്ട. ആ അധ്വാനത്തിൻ്റെ ഭാരത്തെ ഇല്ലാതാക്കുന്ന, മനസ്സിൻ്റെ സന്തോഷത്തെ പ്രസരിപ്പിലേക്ക് നയിക്കുന്ന ആ നാടൻ പാട്ട്, ഇതെല്ലാം കൂടി ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ സംസ്കാരം, നമ്മുടെ ബന്ധങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണവും, അതുപോലെ തന്നെ നാടിൻ്റെ പെരുമയെ വാഴ്ത്തിപ്പാടുന്ന ആ പാട്ടുകളും, ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ ജീവിതം, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. വലിയമ്മയുടെ സ്നേഹവും അതുപോലെ നാടിൻ്റെ നന്മയും രുചിയും അധ്വാനവും കാത്തിരിപ്പും ഒക്കെ കവിതയിലൂടെ കവി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.